ചിന്താവിഷയം. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അവർക്കു വേണ്ടി നാം മനം നൊന്ത് പ്രാർത്ഥിക്കുക. ദൈവം അവരോട് ചേർന്ന് നിൽക്കും. എന്തായി വൈദ്യരെ? നെയ് തയ്യാറായി. 3 നേരം അരക്കഴിഞ്ച് വീതം ഈ നെയ് സേവിക്കുക. ഇറച്ചിയും മീനും ഉപ്പും ഒഴിവാക്കുക. ഇന്ദുപ്പ് ഉപയോഗിച്ചോളൂ. കഷായം നാളെ മുതൽ തുടങ്ങാം. ശരി വൈദ്യരെ. കുട്ടിക്ക് എങ്ങനെയുണ്ട്? കിടപ്പ് തന്നെ. എന്റെ മോളിങ്ങനെ കരഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ അസുഖം മാറുന്നേ? അമ്മേ, അപ്പനോട് പറയണേ, അസുഖം മാറുമ്പോ എന്നെ മടത്തി വിടാൻ. ഇനി ഞാൻ ആരോടൊന്നും പറയില്ല. ഈ അമ്മയ്ക്ക് അതിനുള്ള ശക്തിയില്ല. മോളെ സമാധാനപ്പെട. ഇന്ന് പെസഹായാണ്. മരണം നടന്ന വീടായതിനാൽ പെസഹായം ഈസ്റ്ററും ഒന്നും ഈ വീട്ടിലില്ല. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമല്ലേ ഇന്ന്. മോള് ശക്തമായിട്ട് പ്രാർത്ഥിക്കും. നാളെ ദുഃഖവെള്ളി. ഈശോയുടെ പീഡാനുഭവങ്ങൾ ധ്യാനിച്ച് മോളുടെ സങ്കടങ്ങള് ഈശോയ്ക്ക് കാഴ്ചവെക്ക്. ഉയർപ്പ് ഞായറാഴ്ച മോളുടെ അസുഖം എല്ലാം തമ്പുരാൻ മാറ്റിത്തരും. ഈശോ, എന്റെ ഈശോ, എന്റെ വേദനകൾ നീ കാണുന്നില്ലേ? സന്ധിബന്ധങ്ങൾ നുറുങ്ങുകയാ. നിന്റെ കുരിശിന്റെ പാതയിൽ നിന്നോടൊപ്പം സഞ്ചരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ കട്ടിലിൽ നിന്ന് എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ. സഹായിക്കണേ, സഹായിക്കണേ നാഥാ. ശബ്ദം നീ കേൾക്കുന്നില്ലേ? എൻ ദിവ്യ സ്നേഹം നീ കാണുന്നില്ലേ? എൻ ദിവ്യ ശബ്ദം നീ
പ്രാർത്ഥിച്ചവൻ തന്നെത്താൻ രക്ഷിപ്പാനിച്ഛിക്കാതെ എന്നോടെ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചവൻ കാൽവരി ക്രൂശത്തിന്മേൽ തൂങ്ങിയോരേശുദേവൻ മുറിവുകളാൽ പ്രാണൻ വെടിഞ്ഞല്ലോ എന്റെ പേർക്കായി. ഈശോ എന്റെ ഈശോ ഈശോ എന്റെ ഈശോ ഈശോ പനി ഇത്തിരി കടുത്തു എന്നല്ലേ ഉള്ളൂ. അന്തോനി ഇങ്ങനെ വിഷമിച്ചാലോ? ഒരു പനിയാണ് എന്റെ കൊച്ചു തെരേസ്യ കൊച്ചിനെ കൊണ്ടുപോയത്. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. ഏതായാലും ഞങ്ങൾക്ക് റോസയെ ഒന്ന് കാണണം. അവൾക്ക് ഞങ്ങൾ ധൈര്യം കൊടുത്തോളാം. കുഞ്ഞേത്തി ഇങ്ങനെ വിഷമിക്കാതെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എന്റെ അസുഖമെല്ലാം മാറിയപ്പ. സത്യാണോ ഞാനീ കാണുന്നതും കേൾക്കുന്നതും?
മോനെ അവളുടെ അസുഖം എല്ലാം മാറി. കുരിശിന്റെ വഴിയുടെ സമയത്ത് ഈശോ വന്ന് അവളെ തൊട്ട് സുഖമാക്കിയെന്നാ അവള് പറയണേ. താ നോക്ക്, അവളെന്ത് മിടുക്കിയായിരിക്കുന്നു. വിഷമിക്കണ്ട അമ്മേ. എന്റെ ഈശോ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എനിക്ക് എന്റെ ഈശോയെ സ്നേഹിക്കണം. അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. ഞാൻ പോകുന്നു. അപ്പ എന്നെ മടത്തിക്കൊണ്ടെന്നാക്കണം. എല്ലാം നിന്റെ ഇഷ്ടം. നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ചാക്കുണ്ണി, പറ്റുമെങ്കിൽ ഇവളെ മടത്തി കൊണ്ടുപോയി ആക്കണം. മോളെ, അവന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഏതായാലും അവൻ സമ്മതിച്ചു. ഞാൻ കൊണ്ടുപോയി ആക്കാം. ഞാനും വരാം. ദേ ഇതൊന്ന് പിടിച്ചേ. ഒരുപാട് സഹനങ്ങൾ ഇനിയും എനിക്കുണ്ടാകും. ഞാൻ സഹിക്കും. ദൈവം അറിഞ്ഞുകൊണ്ട് തരുന്നതാ എന്നെ വിശദീകരിക്കുവാൻ. അമ്മമ്മയുടെ പ്രാർത്ഥന എന്നും ഈ റോസയ്ക്ക് വേണം. മരിച്ചാലും മറക്കില്ല കേട്ടോ. മക്കളെ, വാ മോളെ, നമുക്ക് നടക്കാം. വിളിച്ചോണ്ട് വാ മറിയേ. വാ മോളെ. അറിഞ്ഞോ, ആ റോസ വീണ്ടും പടത്തിന് വന്നു. എന്ത്? അവൾ വീണ്ടും വന്നു. ആ ആരാണ് അവളെ രക്ഷിച്ചത്? യേശുവാണ് അവൾക്ക് സൗഖ്യം കൊടുത്തത്. എന്തുകൊണ്ട് നീ എന്നെ അറിയിച്ചില്ല? അയ്യോ, എല്ലു മാത്രല്ലേ ഉള്ളത് ഏമാനെ, തല്ലല്ലേ. ഞാൻ ഇപ്പോഴെങ്കിലും അറിയിച്ചില്ലേ ഏമാനെ. നശിപ്പിക്കണം അവളെ. നശിപ്പിക്കാം ഏമാനെ. അവളെ വിശുദ്ധിയാക്കി അനേകം ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുകയാ. സമ്മതിക്കില്ല ഞാൻ. നടക്കാൻ
ദൈവമേ എന്ത് പറ്റിയോന്ന്? അയ്യോ പാവം തലചുറ്റി വീണെന്നാ തോന്നുന്നേ. സൂക്ഷിച്ച് നടക്കണേ സിസ്റ്റർ സൂക്ഷിച്ച്. കർത്താവേ. റോസയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടെ വരുന്ന അസുഖം വളരെ ഗൗരവപൂർണമായി തന്നെ നമ്മൾ കാണണം. മഠത്തിൽ ഇനി തുടരാൻ അനുവദിക്കണമെന്ന് ഉടനെ തീരുമാനിക്കണം മദർ. ആ കിടാവിന്റെ പ്രാർത്ഥനയും ഭക്തിയും ഒരു കന്യാസ്ത്രീയാവാനുള്ള തീവ്രമായ ആഗ്രഹവും കണ്ടാൽ എങ്ങനെയാ അവളെ പറഞ്ഞുവിടുന്നത്? റോസ ഒരു ബാധ്യതയാവുകയാണോ മദർ? നമുക്ക് അവിടെ വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോട് കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു നിത്യരോഗിണിക്ക് എങ്ങനെ മഠത്തിൽ തുടരാൻ സാധിക്കും മദർ? യമാന് വട്ടായെന്നാ തോന്നുന്നേ. അയ്യോ അവൾക്ക് കഠിന രോഗം ഞാൻ സമ്മാനിക്കും. ഇനി ഒരിക്കലും അവൾ എഴുന്നേക്കില്ല. അത് വേണം. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈശോ റോസയെ കൈവിടില്ല. മദർ എന്താ മോളെ? മദർ, റോസയ്ക്ക് അസുഖം കൂടി. ബിയാട്രിസ് അമ്മ പറഞ്ഞു കപ്ലോനച്ചനെ വിളിക്കാൻ, ഉടനെ അന്ത്യകൂദാശ കൊടുക്കണമെന്ന് പറയാൻ. അന്ത്യകുദാശയോ? എന്റെ കർത്താവേ. വാ വേഗം പോകാം. അന്ത്യകുദാശ തരാൻ അച്ഛൻ ഇപ്പൊ വരും. മോള് പേടിക്കൊന്നും വേണ്ട. ഈ കൂദാശ മരണത്തിലേക്കല്ല, ജീവിതത്തിലേക്കാ വഴി തുറക്കുന്നത്. അമ്മേ, ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മേ, ഞാൻ അമ്മയുടെ മകളല്ലേ? അമ്മയുടെ കർമ്മല സഭയിൽ ഒരംഗമായി ചേർന്ന് എന്റെ ബലി പൂർത്തിയാക്കുവാൻ എന്നെ അനുവദിക്കണേ. വിഷമിക്കാതെ മോളെ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. കപ്ലോനച്ചൻ വരുന്നുണ്ട്. മോളെ, മോളെ റോസേ, മോളെ റോസേ, മോളെ റോസേ, മോളെ. അയ്യോ, കുഞ്ഞനങ്ങുന്നില്ല. റോസ
റോസേ 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 നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ ശംസിയായേ, കരുണ നിറഞ്ഞ പിതാവേ, ദയാപരനായ സർവേശ്വര, എത്രയും വ്യസനിച്ച് അങ്ങേ പക്കൽ അണയുന്നു. ഇവക്ക് മരണവും നല്ല വിധിയും കിട്ടുന്നതിന് അനുഗ്രഹം ചെയ്തരളണമെന്ന് നിന്നോട് അപേക്ഷിക്കുന്നു. ദയാപരനായ ഈശോയെ, റോസയുടെ മേൽ കൃപയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എന്റെ കൈകൾ മരവിച്ച് നിന്റെ തിരുമുറിവുകൾ മുത്താനാകാതെ മനക്ലേശത്തോടെ എന്റെ ദുഃഖത്തിനടുത്ത കട്ടിലിൽ എന്നെ കൈവിടുമ്പോൾ പരിശുദ്ധ അമ്മേ, മാധ്യസ്ഥം പ്രാർത്ഥിക്കണേ. ദയാപരനായ ഈശോയെ, റോസയുടെ മേൽ കൃപയായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, കൂട്ടായിരിക്കണമേ. എന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു. മരണത്തിന്മേലുള്ള ഭയത്തിലിരുണ്ട് മന്ദമായി നിന്നെ നോക്കി സൂക്ഷിക്കുമ്പോ മറിയമേ, തുണയായിരിക്കണമേ. മോളെ 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 റോസേ, റോസേ, ഞാനിനി എന്ത് ചെയ്യും? എന്റെ ഈശോയെ, ദേ ഒരു വെട്ടം. ശരി കാണല്ലോ. എന്തൊരു വെളിച്ചം. പ്രകാശം എവിടുന്ന് വിടുന്ന? ഇതെന്താ? എവിടുന്നാ ഈ പ്രകാശം വരുന്നത്? എന്താ ഈ മുറി സംഭവിക്കുന്നത്? നല്ല സുഗന്ധമുണ്ടമ്മേ. ഹായ്, നല്ല മുല്ലപ്പൂവിന്റെ മണം. റോസ ചിരിക്കുന്നു. ഇത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ. എന്തോ ഒരു പ്രത്യേക വെളിച്ചം. അതെ, പരിശുദ്ധ അമ്മേ, കന്യകാ മാതാവേ, സുഗന്ധറാണി, കൂടെ ഉണ്ടാകണമേ. നന്ദി, നന്ദി. റോസേ, സുഖമായോ? അതെ, ഇത് എങ്ങനെ സംഭവിച്ചത്? ഞങ്ങൾ എല്ലാരും റോസയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു. നന്ദി, നന്ദി, എല്ലാവർക്കും നന്ദി. റോസ ആരോട് വർത്താനം പറഞ്ഞത്? ആരോടാ റോസ നന്ദി പറഞ്ഞത്? റോസയുടെ മുഖത്ത് എന്ത് തേജസ്സായിരുന്നു ആ സമയം. എല്ലാരും കൂടി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് റോസയെ വിഷമിപ്പിക്കാതെ.